എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ജൂനിയർ അക്കൗണ്ടൻറ്റ് എക്സാം എഴുതിയല്ലേ? അപ്പം അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. അപ്പോൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ കുഴപ്പമുണ്ടായില്ല അല്ലേ? നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നെങ്കിലും എലിമിനേഷൻ നമ്മൾ PYQ ചെയ്തപ്പോൾ പറഞ്ഞ പോലെ തന്നെ എലിമിനേഷൻ ടെക്നിക്ക് വഴി നമുക്ക് ആൻസറിലേക്ക് എത്താവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത്, കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഈ പ്രൊവിഷണൽ ആൻസർ കീ ആണ്. ഫൈനൽ വന്നിട്ടില്ല. ഫൈനൽ വരുമ്പോൾ ചിലപ്പോൾ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒന്ന് നോക്കാം. ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ മാർക്കൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, ഏകദേശം എത്ര വരുന്നുണ്ട് എന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുകയും നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോൾ നമ്മുടെ കോഴ്സിലായിരുന്നെങ്കിൽ MCQ, PYQ, പോൾസ് അല്ലേ, ലെക്ചർ നോട്ട്സ്, വീഡിയോസ് എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി കൂട്ടി എങ്ങനെ ഉണ്ടായിരുന്നു, ക്ലാസ് യൂസ്ഫുൾ ആയിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ MCQ മാത്രം സെപ്പറേറ്റ് ആയിട്ടും പിന്നെ ഒരു റിവിഷൻ മാത്രം തന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ യൂസ്ഫുൾ ആയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യം എന്തായിരുന്നു, ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അല്ലേ, നമുക്ക് ഏക്കോടൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് തന്നെ കാണുമ്പോൾ തന്നെ എല്ലാം ഇങ്ങനെയാണല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. നമുക്ക് വായിച്ചിട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഫോളോയിങ് ഫാക്ട്സ് ആർ റിലേറ്റഡ് ടു ട്രീറ്റ്മെൻറ്റ് ഓഫ് നോർമൽ ലോസ്, ആൻഡ് അബ്നോർമൽ ഗെയിൻ ഇൻ പ്രോസസ് അക്കൗണ്ട്. വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കംപ്ലീറ്റ് ആൻഡ് കറക്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് റെക്കഗ്നൈസിങ് ആൻഡ് റെക്കോർഡിംഗ് നോർമൽ ലോസ്, അബ്നോർമൽ ലോസ് ആൻഡ് അബ്നോർമൽ ഗെയിൻ ഇൻ പ്രോസസ് അക്കൗണ്ട്? എന്താണിത് നോക്കുന്നത്? നമ്മളൊരു മാച്ചിങ് അക്കൗണ്ടിങ് കൺസെപ്റ്റ് മാച്ച് ചെയ്യുന്നത് നോക്കിയാൽ മതി ഇതിൽ. ഓക്കെ, അപ്പോൾ നോക്കി ആദ്യം നമുക്ക് റൈറ്റ് സൈഡിൽ കൺസെപ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കി. ഡുവൽ ആസ്പെക്റ്റ്, അക്കൗണ്ടിങ് പീരീഡ്, ബിസിനസ് എൻറ്റിറ്റി, ഗോയിങ് കൺസേൺ. ഓക്കെ, ഇനി ഫങ്ഷണൽ എന്തൊക്കെയാണ്? ഒന്നാമത്തെ നോക്കി, അക്കൗണ്ടിങ് കൺസെപ്റ്റ് ദാറ്റ് ഹെൽപ്പ് ടു പെർഫോം അക്കൗണ്ടിങ് ഫ്രം ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് ബിസിനസ്, നോട്ട് ദാറ്റ് ഓഫ് ഓണർ. അത് ഏതാണത്? അത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിലല്ലേ വരുന്നത്. അതായത് ബിസിനസ്സിനെയും ഓണറും സെപ്പറേറ്റ്, അല്ലെങ്കിൽ ബിസിനസ് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ് എന്ന് പറയുന്നത് ഏത് കൺസെപ്റ്റാണ്? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റാണ്. അപ്പോൾ ഒന്നിൻ്റെ ഏതാ വരുന്നത്? ഓപ്ഷൻ സി. ദെൻ ഇൻഡെഫിനിറ്റ് ലൈഫ് ഓഫ് ബിസിനസ് എൻറ്റിറ്റി, അതേതാണ്? ഗോയിങ് കൺസേൺ ആണല്ലേ. ഗോയിങ് കൺസേൺ ഇതൊക്കെ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ് അല്ലേ. ബിസിനസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും, ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുമെന്ന് അസ്യൂം ചെയ്യുന്ന കൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ദെൻ അക്രൂഡ് എക്സ്പെൻസ് ഓർ റവന്യൂ. അക്രൂഡ് എക്സ്പെൻസ് ഓഫ് റവന്യൂ വരുന്നത് അക്കൗണ്ടിങ് പീരീഡിലല്ലേ. അക്കൗണ്ടിങ് പീരീഡിലേക്കാണ് വരുന്നത്. അതായത് എന്താണ്, നമ്മൾ ഓരോ ഇൻ്റർവെൽസ് വെച്ചിട്ട് അതിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ ഇയറിൽ വെച്ചിട്ടാണല്ലോ പീരീഡ് ഇപ്പം ഏപ്രിൽ ടു മാർച്ച് എങ്ങനെ നമ്മൾ പീരീഡ് സെറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇതിന് വേണ്ടിയിട്ടാണ് കമ്പനിയുടെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടി. എങ്ങനെയൊക്കെയാണ് റവന്യൂ വന്നത്, എന്തൊക്കെയാണ് എക്സ്പെൻസ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ അക്കൗണ്ടിങ് പീരീഡാണ് വരുന്നത്. ദെൻ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, ഫൗണ്ടേഷൻ ആണ് അസറ്റ് ഈക്വൽ ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഡുവൽ ആസ്പെക്റ്റ് ആണ്. ഇത് സിമ്പിളായിട്ട് എല്ലാവർക്കും കിട്ടിക്കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The following statements are related to provisions in Partnership Act and Companies Act as to formation and functioning of partnership business. Which of the following are incorrect in respect of partnership business? Incorrect. ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറയുണ്ടായി കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കണം എന്നുള്ളതല്ലേ. ഇവിടെ നോക്കി എന്തിനെ പറ്റിയാണ്? പാർട്ട്ണർഷിപ്പിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ആദ്യം വായിച്ചു നോക്കാം. ഒന്നാമത്തെ എന്താണ്? റൂൾ 10 ഓഫ് കമ്പനീസ് റൂൾസ് 2014 സ്പെസിഫൈസ് ദാറ്റ് മാക്സിമം നമ്പർ ഓഫ് പേഴ്സൺ ദാറ്റ് ക്യാൻ ബി അഡ്മിറ്റഡ് ടു പാർട്ട്ണർഷിപ്പ് ആസ് മെമ്പർ ഈസ് ലിമിറ്റഡ് ടു 50 എന്നാണ് പറയുന്നത്. ശരിയാണോ? ശരിയാണല്ലേ. റൂൾ 10 അനുസരിച്ച് ഇത് നമ്മുടെ PYQലും പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. റൂൾ 10 അനുസരിച്ച് എത്രയാണ്? 50ലേക്ക് ലിമിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് കറക്റ്റാണ്. ദെൻ മൈനർ ക്യാൻ ബി അഡ്മിറ്റഡ് ടു പാർട്ട്ണർഷിപ്പ് ബട്ട് ലോസ് ഓഫ് മൈനർ ടു ബി ബോൺ ബൈ അതർ മേജർ പാർട്ട്നേഴ്സ് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ശരിയാണോ? അത് ശരിയാണ് അല്ലേ. പേഴ്സണൽ ലയബിലിറ്റി ഓഫ് ലോസസ് ഒന്നും അവരെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതും കറക്റ്റാണ്. ദെൻ സെക്ഷൻ 4 ഓഫ് ഇന്ത്യ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ഇൻസിസ്റ്റ് അപ്പോൺ ഷെയറിംഗ് ഓഫ് ലോസ് എന്നാണ് പറയുന്നത്. ഷെയറിംഗ് ഓഫ് ലോസ് ആണ് അവിടെ വരുന്നത്. സെക്ഷൻ 4 നമ്മൾ പാർട്ട്ണർഷിപ്പ് പറയുമ്പോൾ തന്നെ അതിൽ ഡെഫിനിഷനിൽ പറഞ്ഞ കാര്യമാണ് ഈ സെക്ഷൻ അല്ലേ. സെക്ഷൻ 4 എന്ന് പറയുന്നത് നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞാണ്. സെക്ഷൻ 4 എന്തിനെ പറ്റിയാണ് പറയുന്നത്? പാർട്ട്ണർഷിപ്പ് ആസ് എൻ എഗ്രിമെൻറ്റ് ടു ഷെയർ പ്രോഫിറ്റ് എന്നാണ് അവിടെ പറയുന്നത് അല്ലേ. പ്രോഫിറ്റ് എല്ലാ ആക്ട് സ്പെസിഫൈ ചെയ്യുന്നത് ഇൻസിസ്റ്റ് ഓൺ ദ എഗ്രിമെൻറ്റ് ടു ഷെയർ പ്രോഫിറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് തെറ്റാന്ന് പറയാം. ദെൻ
എ ഫോർമൽ ഓർ റിട്ടൺ എഗ്രിമെൻറ്റ് ഈസ് നീഡഡ് ടു ക്രിയേറ്റ് എ പാർട്ട്ണർഷിപ്പ്. വേണോ റിട്ടൺ എഗ്രിമെൻറ്റ് എന്നുള്ളത് അവിടെ മാൻഡേറ്ററി അല്ല, നമുക്ക് ഓറൽ എഗ്രിമെൻ്റ് ആയാലും മതി. ഈ 3 കാര്യങ്ങൾ 2, 3, 4 ഏതിലാണ് നമ്മൾ ഡെഫിനിഷൻ പഠിക്കുന്ന ആ ഫസ്റ്റത്തെ ഇതിൽ പറഞ്ഞതാണ്. പിന്നെ റൂൾ 10 എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മൾ മിസ്ലേനിയസിൽ പറഞ്ഞപ്പോൾ PYQലും പറഞ്ഞതാണ് റൂൾ 10 എന്നുള്ളത്. ഓക്കെ, ഇതിൽ ആൻസർ വരുന്നത് ഏതാ വരിക? ഓപ്ഷൻ ബി ആണ് വരുന്നത്. 3ഉം 4ഉം തെറ്റാണ് എന്ന രീതിയിലാണ് വരുന്നത്. ഓക്കെ, അടുത്തത് on admission of new partner after revaluation of assets and liabilities the balance in profit or loss in the revaluation account is transferred to capital account of partners. എപ്പോഴത്തെ കാര്യം? അഡ്മിഷൻ്റെ കാര്യമാണ് കേട്ടോ ഇവിടെ പറയുന്നത്, ശ്രദ്ധിക്കണം കേട്ടോ, അത് അഡ്മിഷൻ്റെ സമയത്തെ കാര്യം. ഇനി വിച്ച് among the following describe best the accounting treatment as to transfer of balance in revaluation account. റിവാലുവേഷൻ അക്കൗണ്ട് ട്രീറ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതാ വരിക? ഓപ്ഷൻ സി ആണ് വരിക അല്ലേ? ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലല്ലേ വരുന്നത്? അതെ. ഇതെപ്പോഴാണ് നമ്മൾ റിവാലുവേഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഒക്കെ നോക്കുന്നത്? അസറ്റിൻ്റെയോ ലൈബിലിറ്റീസിൻ്റെയോ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലേ? അത് പുതിയ പാർട്ട്ണർ അറൈവ് ചെയ്യുന്നതിന് മുന്നേ ആണ്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാം? ഓൾഡ് പാർട്ട്നേഴ്സ് ആയിരിക്കും ഗെയിനും ലോസിനൊക്കെ റെസ്പോൺസിബിൾ ആവുന്നത്. അതുകൊണ്ട് ഓൾഡ് റേഷ്യോയിലാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾ PYQല് പഠിച്ചതാണ്, അല്ലാതെയും പഠിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ഉണ്ടായിരുന്നത് ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേഷൻ ആണ്. നോക്കി, ഇതിൽ സ്റ്റോക്ക് അത് 1/1/2024 അല്ലേ? സ്റ്റോക്ക് തന്നിട്ടുണ്ട്. പിന്നെ നെറ്റ് സെയിൽ, പർച്ചേസ്, റിട്ടേൺ ഔട്ട്വേർഡ്, ഇൻവേർഡ്, ട്രേഡ് എക്സ്പെൻസ്, ഫ്രീ സാമ്പിൾ, സ്റ്റോക്ക്, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്? ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എനിക്ക് തോന്നുന്നു HSSTDയിലാണോ അല്ലേ? HSSTDയിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞുകൊണ്ട്. PYQ പഠിച്ചപ്പോൾ അപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ അതിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ടല്ലാതെ നമ്മൾ ഇത്ര നോക്കിയിട്ടുണ്ടായില്ല എന്ന് തോന്നുന്നു ഞാൻ. ഓക്കെ, അപ്പോൾ നമുക്കിത് നോക്കി എങ്ങനെയാണ് ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ പറ്റുക? ഇവിടെ നമുക്ക് നെറ്റ് സെയിൽ തന്നിട്ടുണ്ട് 470. അതിൻ്റെ കൂടെ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് 120. ജസ്റ്റ് നിങ്ങളൊന്ന് റൈറ്റ് ചെയ്ത് പോകാട്ടോ. നെറ്റ് സെയിലിൻ്റെ കൂടെ ക്ലോസിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ടോട്ടൽ ക്രെഡിറ്റ് കിട്ടും. ടോട്ടൽ ക്രെഡിറ്റ് കിട്ടുന്നത് നമുക്ക് എത്രയാണ്? 5,90,000. ഓക്കെ, അത് നമുക്ക് ടോട്ടൽ ക്രെഡിറ്റ്. ഇനി ലെഫ്റ്റ് സൈഡിൽ ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ വേണം? ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലേ? ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 1,00,000. പിന്നെ അതിൻ്റെ കൂടെ പർച്ചേസസ് ആഡ് ചെയ്യുക, റിട്ടേൺ ഔട്ട്വേർഡ് എന്ത് ചെയ്യണം? കുറയ്ക്കണം, ഫ്രീ സാമ്പിളും കുറയ്ക്കണം. പർച്ചേസ് ആഡ് ചെയ്തിട്ട് റിട്ടേൺ ഔട്ട്വേർഡ് കുറയ്ക്കണം. പിന്നെ ഫ്രീ സാമ്പിൾ ഗുഡ്സിൻ്റെ തന്നിട്ടുണ്ടല്ലോ, അതും കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 1,00,000 കൂടെ 2,58,000 കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഡെബിറ്റ് കിട്ടും. ടോട്ടൽ ഡെബിറ്റ് എന്ന് പറയുന്നത് ഏകദേശം എത്രയായിരുന്നു? 3,58,000 കിട്ടും. അപ്പോൾ ഇത് തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. 2,32,000. ഓപ്ഷൻ ഇ. ഓക്കെ, ഇനി ഇതിൽ നോക്കി ട്രേഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എവിടത്തെ ഐറ്റമാണ്? P&L ഐറ്റം അല്ലേ? അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ റിട്ടേൺ ഇൻവേർട്സ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട് റിട്ടേൺ ഇൻവേർട്സ് 15,000 എന്നുള്ളത്. അതും ഇവിടെ ഓൾറെഡി ഡിഡക്റ്റ് ചെയ്തിട്ട് നെറ്റ് സെയിലാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കതും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആൻസർ 2,32 വരുന്നത്. ഇനി അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടർ കറക്റ്റ് and complete in respect of accounting treatment of goods sent on sale or return basis in preparation of financial statement of a sole trader ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്യാം. നോക്കാം. ഇഫ് ദ കസ്റ്റമേഴ്സ് അപ്രൂവ് ഗുഡ് സെൻറ്റ് ഓൺ സെയിൽ ഓർ റിട്ടേൺ ബേസിസ് ബിഫോർ ഡേറ്റ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഈസ് റിക്വയർഡ് ഇൻ ദ കേസ് ആസ് ഇറ്റ് ബിക്കം സെയിൽ. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒന്നാമത് പറഞ്ഞിട്ടുള്ളത് കറക്റ്റാണ്. എന്താണ് അവിടെ പറയുന്നത്? ബാലൻസ് ഷീറ്റ് ഡേറ്റിന് മുന്നേ ആണെങ്കിൽ അല്ലേ, ഗുഡ്സ് ബാലൻസ് ഷീറ്റ് ഡേറ്റിന് മുന്നേ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ അതൊരു റെഗുലർ സെയിലായിട്ട് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് വേറെ ഫർദർ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ആവശ്യമുണ്ടാവില്ല അല്ലേ? ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷനിൽ എന്ത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, വേറെ അഡ്ജസ്റ്റ്മെൻറ്റിന് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നോക്കി, ഇഫ് ദ കസ്റ്റമേഴ്സ് അപ്രൂവ് ഗുഡ്സ് സെൻറ്റ് ഓൺ സെയിൽ ഓർ റിട്ടേൺ ബേസിസ് ബിഫോർ ഡേറ്റ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഈസ് റിക്വയർഡ് ഇൻ ദ കേസ് ആസ് ഇറ്റ് ബിക്കം സെയിൽ. അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ആവശ്യമുണ്ടാവില്ല.
പിന്നെ രണ്ടാമത് പറയുന്നത് എന്താണ്? ഇഫ് ദ കസ്റ്റമേഴ്സ് ഡിഡിൻറ്റ് അപ്രൂവ് ഗുഡ്സ് സെൻഡ് ഓൺ സെയിൽ ഓർ റിട്ടേൺ ബേസിസ് ബിഫോർ ഡേറ്റ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാൻസൽ ദ ഇഫക്റ്റ് ഓഫ് എൻട്രി പാസ്ഡ് ഓൺ സെൻഡിങ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു കസ്റ്റമേഴ്സ്. ദാറ്റ് ഈസ് കോസ്റ്റ് പ്രൈസ് ഓഫ് ഗുഡ്സ് സെൻഡ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ഡെറ്റേഴ്സ് ആൻഡ് സെയിൽ. എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ സെല്ലിംഗ് പ്രൈസ് നോക്കി, ഈ കോസ്റ്റ് പ്രൈസ് എന്നതിന് പകരം സെല്ലിംഗ് പ്രൈസാണ് യൂസ് ചെയ്തിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി പെർഫെക്റ്റ് ആവുമായിരുന്നു അല്ലേ. അപ്പോൾ ഇതിലൊരു ടെക്നിക്കൽ ഇറർ ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഗുഡ്സ് സെൻഡ് ചെയ്തു, അല്ലെങ്കിൽ വെൻ ഗുഡ്സ് ആർ സെൻഡ് ഓൺ ഇവിടെ എന്താ പറയുന്നത്, സെയിൽ ഓർ റിട്ടേൺ ബേസിസിലാണെങ്കിൽ, എന്നിട്ട് റിമെയിൻ അത് അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡിൽ അൺഅപ്രൂവ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. 2 സ്റ്റെപ്പ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് സാധാരണ വരിക. എന്താണ്? സെയിൽ ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സെയിൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുകയും ഡെറ്റേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ ആ കസ്റ്റമേഴ്സിൻ്റെ സ്റ്റോക്ക് അതെന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ. ഓക്കെ, ഇവിടെ അപ്പോൾ ഇത് ആ ഒരു കോസ്റ്റ് പ്രൈസിൻ്റെ ഒരു ഇതുണ്ട്. അതിന് ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ എങ്ങനെയാണ് PSC നോക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ മൂന്നാമത്തെ പറയുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് പ്രൈസ് ഗുഡ്സ് ഷുഡ് ബി ആഡഡ് എലോങ് വിത്ത് ക്ലോസിംഗ് സ്റ്റോക്ക് ഷോൺ ഓൺ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. എന്താണ്? അൺഅപ്രൂവ്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്ത് ചെയ്യും? ക്ലോസിംഗ് സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലേ. ഇനി അടുത്തയിലേക്ക് പോവാം. ഇതിൽ PSCയുടെ ആൻസർ ഓപ്ഷൻ A ആണ് കേട്ടോ. ഓപ്ഷൻ A ആണ്. 1 മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഈ 6ാമത്തെ ചോദ്യം നോക്കാം. The following statements are related to preparation of cost sheet. You are required to identify the correct statement or attributes or preparation of cost sheet. Cost sheet prepare ചെയ്യുന്ന കാര്യമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. Account sales is a statement sent by consignor to consignee specifying expense incurred, commission charged, etc. Consignment statement. എന്താണ് ഒന്നാമത്തെ തെറ്റാൻ കാരണം? അക്കൗണ്ട് സെയിൽ ആർക്ക് കൊടുക്കുന്നതാണ്? സെൻറ്റ് ബൈ ദ കൺസൈനി ടു ദ കൺസൈനർ എന്നല്ലേ വരേണ്ടത്? നമ്മൾ പഠിച്ചതായിരുന്നത് കൺസൈനി ടു കൺസൈനർ. കറക്റ്റായിട്ട് നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ തെറ്റാണ്. ഇനി രണ്ടാമത്തെയോ? അക്കൗണ്ട് സെയിൽ ഈസ് ദ ബേസിസ് ഓഫ് വിച്ച് കൺസൈനർ ക്ലോസസ് ഹിസ് എൻട്രീസ് ഇൻ ദ ബുക്സ് റിഗാർഡിംഗ് കൺസൈൻമെൻറ്റ് ഫോർ ദ ഇയർ. ശരിയാണല്ലേ. അക്കൗണ്ട് സെയിൽ എന്ന് പറയുന്നത് എന്താണ്? കൺസൈനർ യൂസ് ചെയ്യുന്ന, അവരുടെ സെയിൽ എക്സ്പെൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു ഡോക്യുമെൻ്റാണ് അക്കൗണ്ട് സെയിൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് ശരിയാണ്. Then del credit commission is paid for making advance payment on the consignments by consignor. അഡ്വാൻസ് പേയ്മെൻറ്റിനാണോ അല്ല ബാഡ് ഡെപ്റ്റിനുള്ളത്? ഇത് എപ്പോഴും ചോദിക്കാറുള്ളതും കൂടി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമ്മൾ കുറേ തവണ പഠിച്ചതാണ്. അഡ്വാൻസ് പേയ്മെൻറ്റിനല്ല ബാഡ് ഡെപ്റ്റിൻ്റെ റിസ്ക് എടുക്കുന്നതിന് കൊടുക്കുന്ന കമ്മീഷനാണ് ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ. അപ്പോൾ അത് തെറ്റാണ്. ദെൻ ജനറലി ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ക്രെഡിറ്റ് സെയിൽ. ക്രെഡിറ്റ് സെയിലാണോ അല്ല ടോട്ടൽ സെയിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും എപ്പോഴും അത് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞേക്കുന്നതായിരുന്നു. അതും തെറ്റാണ്. അപ്പോൾ നോക്കി, ഇതിൽ ആ ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ മാത്രം, അതായത് ഓപ്ഷൻ സെറ്റ് 3 മാത്രം നമുക്കറിയായിരുന്നു എങ്കിൽ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻ ഇത് തെറ്റും അല്ല വെട്ടിക്കളയാൻ പറ്റും? ഇതൊക്കെ പറ്റും. 3 ഉള്ളത് ഒരെണ്ണം പോയി. ഇനി 4ാമത്തെയും കൂടി അറിയുമായിരുന്നെങ്കിൽ ബാക്കി 2 പോയി. ആൻസർ ഏതാ വരിക? ഓപ്ഷൻ C ആണ്. നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചതായിരുന്നു കേട്ടോ. അടുത്തത് 7ാമത്തെ ചോദ്യം, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ റിട്ടയർമെൻ്റ് ആയിട്ട് റിലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനാണ്. നോക്കി, X, Y, Z are partners in a business sharing profit and losses in the ratio 2:2:1. Mr. Z retires by selling his share to the business for a sum of ₹600 which is paid by X and Y. എത്രയാണ്? എക്സിനും വൈനും 480 120 കൊടുത്തു. ഫൈൻഡ് ഔട്ട് ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എക്സ് ആൻഡ് വൈ. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കിവിടെ നിന്ന് ചെറുതായി ചെയ്യാം അല്ലേ. ആദ്യം നമ്മൾ ഗെയിനിങ് റേഷ്യോ എക്സിനും വൈക്കും എത്ര കൊടുത്തു? 480 120 ആണ് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 4:1 എന്ന് കിട്ടും. എത്രയാണ്? 4:1. അതായത് 480:120 ചെറുതാക്കുമ്പോൾ 4:1 എന്ന് കിട്ടും. ഇനി ഇസഡിൻ്റെ ഷെയർ എത്രയായിരുന്നു? ടോട്ടൽ ഷെയർ 2:2:1 ആയിരുന്നില്ലേ. അപ്പോൾ ഇസഡിൻ്റെ ഷെയർ എന്ന് പറയുന്നത് 1/5 ആയിരുന്നില്ലേ.
അതെ 1/5 ആയിരുന്നു. അപ്പോൾ എക്സിന് എത്ര ഗെയിൻ ചെയ്തു എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം? 1/5 ഇൻറ്റു 4/5 ചെയ്താൽ മതി. 1/5 ഇൻറ്റു 4/5 ഇപ്പോൾ എത്ര കിട്ടി? 4/25 എക്സ് ഗെയിൻ ചെയ്തു. വൈ ഗെയിൻ ചെയ്തത് എത്രയാണ്? 1/5 ഇൻറ്റു 1/5 അല്ലേ? അപ്പോൾ 1/25 ആണ് വൈ ഗെയിൻ ചെയ്തത്. നിങ്ങളൊന്ന് എഴുതി നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ന്യൂ ഷെയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? അതൊന്ന് മാച്ചിട്ട് എഴുതുവാണേ. അപ്പോൾ എക്സിന് എത്രയാണ്? എക്സിന് 4/25 വൈക്ക് 1/25 ആണ്. ഈ ന്യൂ ഷെയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ എക്സിൻ്റെ 4/25 കൂടെ എന്ത് കൂട്ടണം? 2/5 ആദ്യത്തെ 2/5 ഉണ്ടായിരുന്നത് അത് രണ്ടും ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ഓക്കെ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് 14/25 എന്ന് കിട്ടും എക്സിൻ്റെ. സെയിം തന്നെ വൈഡി നോക്കുമ്പോൾ ആദ്യത്തെ 2/5 പിന്നെ ഇപ്പോൾ കിട്ടിയ 10/25 ചേരുമ്പോൾ എത്രയുണ്ട്? 11/25. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 14:11 ആണ് വരുന്നത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ചോദ്യം, you are given with a fact related to maximum possible loss method of distribution of cash during the dissolution of partnership. Which of the following are incorrect? തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. എന്തിനെ പറ്റിയിട്ടാണിത്? മാക്സിമം പോസിബിൾ ലോസ് മെത്തേഡ്. ഓക്കെ, നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റും വായിച്ചു നോക്കാം. ദിസ് മെത്തേഡ് അസ്യൂംസ് ദാറ്റ് അറ്റ് എവറി സ്റ്റേജ് ഓഫ് റിയലൈസേഷൻ ഓഫ് അസറ്റ് റിമൈനിങ് അൺറിയലൈസ്ഡ് അസറ്റ്സ് ആർ വെർത്ത്ലെസ്. അത് കറക്റ്റാണ് അല്ലേ? ഇനി അറ്റ് എവറി സ്റ്റേജ് ലോസ് ക്യാൻ ബി അസറ്റൈൻഡ് ആൻഡ് ദ ലോസ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് പാർട്ട്നേഴ്സ് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതും കറക്റ്റാണ്. ഇത് നമ്മൾ എന്തിനെ പറ്റി? മാക്സിമം പോസിബിൾ ലോസ് മെത്തേഡ് വെച്ചിട്ടാണ് നോക്കുന്നത് കേട്ടോ. ഓക്കെ, അതിൽ തെറ്റായിട്ടുള്ളത്. ദെൻ മാക്സിമം പോസിബിൾ ലോസ് ഈസ് അസറ്റൈൻ ആഫ്റ്റർ പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് ആൻഡ് പാർട്ട്നേഴ്സ് ലോൺസ് ഇഫ് എനി, കമ്പയറിംഗ് ടോട്ടൽ ക്യാപിറ്റൽ ഓൺഡ് ടു ദ പാർട്ട്നേഴ്സ് ആൻഡ് ക്യാഷ് അവൈലബിൾ ആഫ്റ്റർ സെറ്റിംഗ് ലയബിലിറ്റീസ് ആൻഡ് ലോൺസ്. അതായത് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എന്ത് മാക്സിമം പോസിബിൾ ലോസ് അസറ്റൈൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതും കറക്റ്റാണ്. Then, if a partner's share of loss exceeds their capital balance, they are considered insolvent and their deficiency is allocated to all the partners. ഇത് ശ്രദ്ധിച്ചേ, ഇതെന്താ പറയുന്നത്? മാക്സിമം പോസിബിൾ ലോസ് മെത്തേഡ് അനുസരിച്ച് ഇപ്പോൾ ഒരു പാർട്ട്ണറിന് ഡെഫിഷ്യൻസി ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ക്യാപിറ്റൽ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ എന്താണ് അലോക്കേറ്റ് ചെയ്യുന്നത്? റിമൈനിങ് പാർട്ട്നേഴ്സ് അല്ലേ? റിമൈനിങ് സോൾവെൻറ്റ് പാർട്ട്നേഴ്സിൽ ഏത് റൂൾ വെച്ചിട്ടാണ്? ഗാർണർ വേഴ്സസ് മൊറേ റൂൾ അല്ലേ? ഓൾ പാർട്ട്നേഴ്സ് എന്നല്ല ശരിക്കും പറയുന്നത്, റിമൈനിങ് സോൾവെൻറ്റ് പാർട്ട്നേഴ്സ് എന്നാണ് പറയേണ്ടിയിരുന്നത്. അപ്പോൾ അത് നമുക്ക് തെറ്റാണെന്ന് പറയാം. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും എന്താണ്? നമ്മുടെ ഗാർണർ വേഴ്സസ് മൊറേ റൂള് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് ആ സമയത്ത് നമ്മൾ പഠിച്ചതായിരുന്നു മാക്സിമം പോസിബിൾ ലോസ് മെത്തേഡിനെ പറ്റിയിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു PYQലും നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൽ വരുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇതും ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ തെറ്റായിട്ടുള്ളത്. അടുത്തത്, while preparing financial statements of joint stock company, it shall disclose notes to accounts. Out of the following combination of classification of assets or liability, which one classification include an item being not part of note to account of financial statement of joint stock company? എന്താ അവിടെ പറയുന്നത്? നോട്ട് പാർട്ട് ഓഫ് നോട്ട് ടു അക്കൗണ്ട്സിലേക്ക് വരാത്തത്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ഓർ ലയബിലിറ്റീസ് ആസ് നോട്ട്സ് ടു അക്കൗണ്ട് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിലും ഒരു കൺഫ്യൂഷൻ തോന്നിയിട്ടോ എനിക്ക്. എന്താണ് PSCയുടെ ആൻസർ കൊടുത്തിരിക്കുന്നത് സി ആണ്. അതായത് ക്യാപിറ്റൽ റിസർവ്, ലോങ് ടേം ബൊറോയിങ്, ടാഞ്ചിബിൾ അസറ്റ്, അതർ നോൺ കറൻറ്റ് അസറ്റ്. പക്ഷേ ഈ നോട്ട് ടു അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ ഷെഡ്യൂൾ 3 കമ്പനീസ് ആക്ട് ഷെഡ്യൂൾ 3 വരുന്നതല്ലേ ഈ കണ്ടിജൻ്റ് ലയബിലിറ്റീസ്, കമ്മിറ്റ്മെൻറ്റ്സ്, അതൊക്കെയല്ലേ നമ്മൾ നോട്ട് ടു അക്കൗണ്ടിൽ പറയുന്നത്. അപ്പം ഓപ്ഷൻ ഡി ആണോ എന്നൊരു ഡൗട്ടുണ്ട് എനിക്കത്. നമ്മൾ PSC ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ PSC ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. ഇനി അടുത്തത് എന്താണ്? വാല്യുവേഷൻ. അൺസോൾഡ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ ആയിരുന്നു. യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് ഇൻ ദ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. അൺസോൾഡ് സ്റ്റോക്ക്
കണ്ടുപിടിക്കാനായിരുന്നേ. നമുക്ക് നോക്കാം. ഗുഡ്സ് കൺസൈൻഡ്, ദെൻ എക്സ്പെൻസ് ഇൻക്വേർഡ് ബൈ കൺസൈൻ, എക്സ്പെൻസ് ഇൻക്വേർഡ് ബൈ കൺസൈനി, അൺലോഡിംഗ് ചാർജ്, ക്യാരേജ് ഇൻവേർഡ്, സെല്ലിംഗ് പ്രൈസ്, ഓഫീസ് എക്സ്പെൻസ്, ദെൻ ഗുഡ് സോൾഡ് ബൈ കൺസൈനി. ദ അൺസോൾഡ് സ്റ്റോക്ക് ക്യാൻ ബി സോൾഡ് അറ്റ് ₹35 per യൂണിറ്റ്. എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൽ അൺസോൾഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എത്രയാണ്? ഗുഡ് സോൾഡ് ബൈ കൺസൈനി 80 അല്ലേ. ടോട്ടൽ എത്രയായിരുന്നു? ഗുഡ്സ് കൺസൈൻഡ് 100 അല്ലേ. 100 യൂണിറ്റ്. ഗുഡ് സോൾഡ് ബൈ കൺസൈനി 80. അപ്പോൾ അൺസോൾഡ് യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര വരും? അപ്പോൾ 20 യൂണിറ്റാണ് അൺസോൾഡ് യൂണിറ്റായി വരുന്നത്. ഇനി കോസ്റ്റ് പ്രൈസ് എത്രയാണ്? കോസ്റ്റ് പ്രൈസ് കൊടുത്തിരിക്കുന്നത് 30 അല്ലേ. 30 പെർ യൂണിറ്റാണ്. അപ്പോൾ 20 × 30 എത്ര വന്നു? കോസ്റ്റ് പ്രൈസ് 600 എന്ന് വന്നു. ആദ്യം നമ്മൾ അൺസോൾഡ് യൂണിറ്റ് എടുത്തു, എന്നിട്ട് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിച്ചു. ഇനി അതിലേക്ക് നോൺ റിക്കറിങ് ആയിട്ടുള്ള എക്സ്പെൻസ് ആഡ് ചെയ്യുന്നു. ഇപ്പോൾ കൺസൈനറിൻ്റെ എക്സ്പെൻസ് നോക്കി. കൺസൈനറിൻ്റെ എക്സ്പെൻസ് 100 രൂപ അല്ലേ. 100. പിന്നെ നമുക്ക് കൺസൈനിയുടെ നോൺ റിക്കറിങ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ് അൺലോഡിങ്, ക്യാരേജ്. അത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് 150. അപ്പോൾ 100 200 250. അപ്പോൾ ടോട്ടൽ നോൺ റിക്കറിങ് എക്സ്പെൻസ് ആയ 250 എന്ത് ചെയ്യുന്നു? നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ. പിന്നെ ഈ 20 യൂണിറ്റിൻ്റെ ഷെയർ നമ്മൾ കണ്ടുപിടിക്കാം. അതായത് ടോട്ടൽ നോൺ റിക്കറിങ് എക്സ്പെൻസ് 250 ആണല്ലോ. ആ 250 20 യൂണിറ്റിൽ എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. എത്രയായിരിക്കും? 20/100 50. അപ്പം 20 യൂണിറ്റിലേക്ക് 50 ഇത് വരുന്നത് നോൺ റിക്കറിങ് എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ വാല്യൂ സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നമ്മൾ ആദ്യം കണ്ട കോസ്റ്റ് പ്രൈസ് ആയ 600ൻ്റെ കൂടെ ഈ 50 കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 650 എന്ന് കിട്ടും. അതാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഇതിൽ സെല്ലിങ്ങും അതോടൊപ്പം തന്നെ ഓഫീസ് എക്സ്പെൻസൊക്കെ റിക്കറിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് സ്റ്റോക്ക് വാല്യുവേഷനിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല. ഓക്കെ. ഇത് ചെയ്ത് എല്ലാവരും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ കൺസൈൻമെൻറ്റിൻ്റെ പ്രോബ്ലം ചെയ്തു എന്നുള്ളത്. അടുത്ത് നോക്കാം. X Limited has issued 10,000 irredeemable debentures of ₹100 each, carrying an interest of rate 14% at a discount of 5%. The cost of issue 2% and applicable tax rate is 50. What is the cost of debt before tax? ജസ്റ്റ് നേരെ കാണാനുള്ളതേ ഉണ്ടായല്ലോ അല്ലേ. ബിഫോർ ടാക്സ് ആയിരുന്നു. അപ്പോൾ എങ്ങനെ വരും? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 14% ആണ്. ഇതിൽ നെറ്റ് പ്രൊസീഡ്സ് വരുമ്പോൾ അതിലെന്തൊക്കെയാണ്? ഫേസ് വാല്യൂ, ഡിസ്കൗണ്ട് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ അടുത്ത് 5% ഡിസ്കൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഫേസ് വാല്യൂ 100, അതിൽ നിന്ന് 5 കുറയ്ക്കണം. പിന്നെ ഇഷ്യൂ കോസ്റ്റ് എത്രയാണ്? കോസ്റ്റ് ഓഫ് ഇഷ്യൂ 2%, അതും കുറയ്ക്കുക. അപ്പോൾ 93 നമുക്ക് കിട്ടുന്നത്. നെറ്റ് പ്രൊസീഡ് കിട്ടുന്നത് 93 നെറ്റ് പ്രൊസീഡ് എന്ന് കിട്ടുന്നത്. ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇനി ജസ്റ്റ് ആ ഇക്വേഷൻ, അതായത് ആനുവൽ ഇൻട്രസ്റ്റ് ബൈ നെറ്റ് പ്രൊസീഡ് ഇൻറ്റു 100 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 14/93 ഇൻറ്റു 100. അപ്പോൾ 14/93 ചെയ്യുക, എന്നിട്ട് ഇൻറ്റു 100 ചെയ്യുമ്പോൾ 15.05% എന്ന് കിട്ടും. ഓപ്ഷൻ എ കിട്ടും. ഓക്കെ. ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കി. നമുക്ക് ഫേസ് വാല്യൂ അസ്യൂം ചെയ്തിരിക്കുന്നത് നമ്മൾ 100 അസ്യൂം നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം 100 എടുത്തു. കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത് 14% അല്ല. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് 14 വരുന്നത്. നമുക്ക് പക്ഷേ കിട്ടുന്നത് എത്രയാണ്? ആക്ച്വൽ ക്യാഷ് റിസീവ് ചെയ്യുന്നത് 93 ഉള്ളൂ അല്ലേ. അതൊന്ന് അങ്ങനെ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാലും നമുക്ക് ഏകദേശം ഒരു ഇത് കിട്ടും അല്ലേ. 93 എന്ത് ചെയ്യുന്നുള്ളൂ? ഇത് നമുക്ക് കിട്ടുന്നുള്ളൂ. കാരണം ഫ്ലോട്ടേഷൻ കോസ്റ്റ്, ഇഷ്യൂ കോസ്റ്റൊക്കെ ഡിസ്കൗണ്ടൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എത്രയേ കിട്ടുന്നുള്ളൂ? 93 കിട്ടുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് 15 കേട്ടോ. അതൊന്ന് ഓർത്ത് വയ്ക്കാം. ഇനി അടുത്ത ചോദ്യം. XY Limited has issued 20% full paid equity shares. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടത് എന്താണ്? ഇറിഡീമബിൾ ആയിരുന്നു. ഇനിയിപ്പോൾ പറയുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലാണ് നമ്മളിനി കണ്ടുപിടിക്കേണ്ടത്.
Face value 100 each. The current market price of each share is rupees 160. The company has declared a dividend of rupees 8 per share. What is the cost of equity? ഇതും ഡിവിഡൻഡ് പ്രൈസ് അപ്രോച്ച് വെച്ചിട്ട് നേരെ ചെയ്താൽ മതി. ഡിവിഡൻഡ് എത്രയാണ്? 8 ആണ്. 8 per share ആണ് ഡിവിഡൻഡ്. മാർക്കറ്റ് പ്രൈസ് 160 ആണ്. അപ്പോൾ 8/160 ഇൻറ്റു 100 എത്ര കിട്ടും? 2.5 എത്ര കിട്ടും നമുക്ക്? 5% എന്ന് കിട്ടും ആൻസർ. അടുത്തത് കമ്പൈൻഡ് ലിവറേജ് കാണാനുള്ളതാണ്. നോക്കി, ABC കമ്പനി റിപ്പോർട്ട് സെയിൽസ് ഓഫ് rupees 25 lakh വിത്ത് വേരിയബിൾ കോസ്റ്റ് ഓഫ് rupees 15 lakh ആൻഡ് ഫിക്സഡ് കോസ്റ്റ് ഓഫ് rupees 5 lakh. വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റൊക്കെ തന്നിട്ടുണ്ട്. ദ കമ്പനി ഓൾസോ ഹാഡ് ഡെറ്റ് എമൗണ്ടിങ് 12,50,000 ക്യാരിങ് ആൻ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 8%. കമ്പൈൻഡ് ലിവറേജ് കാണാം. കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജും ഫിനാൻഷ്യൽ ലിവറേജും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനാണ് അല്ലേ. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കാം. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, അതായത് 25 ലക്ഷം മൈനസ് 15 ലക്ഷം എത്രയാണ്? കോൺട്രിബ്യൂഷൻ 10 ലക്ഷം കിട്ടി. നിങ്ങൾ എഴുതി നോക്കണം കേട്ടോ ഇത് കാണുന്നവർ. പിന്നെ എബിറ്റ് കണ്ടുപിടിക്കുക. എബിറ്റ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് കണ്ടാൽ മതി. അപ്പോൾ കോൺട്രിബ്യൂഷൻ നമുക്ക് 10 ലക്ഷം കിട്ടി. അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് ഇതിൽ തന്നിട്ടുണ്ട് 5 ലക്ഷം. അത് കുറയ്ക്കുമ്പോൾ 5 ലക്ഷം എബിറ്റും കിട്ടി. പിന്നെ ഇൻട്രസ്റ്റ് എത്രയാണ്? 8% അല്ലേ. എത്രേൻ്റെ 8%? 12.50. അപ്പോൾ 12,50,000 8% കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 1 ലക്ഷം എന്ന് കിട്ടും. ഇനി നമ്മൾ EBT കണ്ടുപിടിക്കുക. EBT എന്ന് പറയുന്നത് എബിറ്റ് മൈനസ് ഇൻട്രസ്റ്റ്. എബിറ്റ് എത്രയായിരുന്നു? 5 ലക്ഷം. 5 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം ഇൻട്രസ്റ്റ് കുറയ്ക്കുമ്പോൾ 4 ലക്ഷം കിട്ടും. അത് നമുക്ക് എന്ത് കിട്ടി? EBT കിട്ടി. EBT ഓക്കെ. പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? EBT ഡിവൈഡഡ് ബൈ, അതായത് 1 lakh കോൺട്രിബ്യൂഷൻ എത്രയാണ്? കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് 10 ലക്ഷം. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBT ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുക എത്രയാണ്? 2.5 ആണ് കമ്പൈൻഡ് ലിവറേജ് വരുന്ന. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇതിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എനിക്ക് എഴുതാനൊരു ഇതില്ലാത്തതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഒന്നും ചെയ്തില്ല. ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പറയുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, ഇത് സിമ്പിളായിട്ടുള്ളതല്ലായിരുന്നോ? ഈ 12ഉം 13ഉം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. നമ്മുടെ ലെക്ചർ നോട്ടിൽ ഞാൻ തന്നിട്ടുണ്ടായിരുന്നല്ലേ. ഈ ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ ഒക്കെ ലെക്ചർ നോട്ടിലും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അടുത്തത്, A Limited earns rupees 10 per share. The company has a capitalization rate of 20% and earns a return on investment of 25%. Using Wattler model, calculate price per share. വാട്ടേഴ്സ് മോഡൽ വെച്ച് പ്രൈസ് പെർ ഷെയർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഡിവിഡൻഡ് ഒന്നും മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്കിവിടെ 0 പേ ഔട്ടായിട്ട് എടുക്കാം. അപ്പോൾ ഏർണിങ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. ഏർണിങ്സ് 10 ആണ്. ഇനി റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 25% അല്ലേ. അപ്പോൾ 0.25. ഇനി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണ്? ക്യാപിറ്റലൈസേഷൻ റേറ്റ് 20% ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 0.20 എന്ന് എടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രൈസ് പെർ ഷെയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇനി ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് 2 രീതി ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഏർണിങ്സ് റിട്ടേൺ എത്രയാണ്? റിട്ടേൺ എന്ന് പറയുമ്പോൾ 10 പെർ ഷെയർ ആണ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 25%. അപ്പം 10 ഇൻറ്റു 0.25. അപ്പോൾ എത്ര കിട്ടി? 2.5 എന്ന് കിട്ടി. അവിടെ എഴുതാൻ സ്ഥലമില്ല. 2.5 എന്നുള്ളത് കിട്ടി ഏർണിങ്സ്. ഇനി നമുക്ക് ഈ 2.5നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണ്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അതായത് ക്യാപിറ്റലൈസേഷൻ റേറ്റ് 20%. അത് വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം അതിൻ്റെ സ്ക്വയർ വെച്ച്. അപ്പോൾ 2.5 ഡിവൈഡഡ് ബൈ 0.20 ഇൻറ്റു 0.20. അപ്പോൾ എത്ര വരും? 2.5 ഡിവൈഡഡ് ബൈ 0.20 ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ 2.5 ഡിവൈഡഡ് ബൈ 0.04. അത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസറായ 62.50 കിട്ടും. ഇങ്ങനെ ചെയ്താൽ മതി. അത് എന്തുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഡിവിഡൻഡ് ഇവിടെ 0 ആയിട്ടല്ലേ എടുക്കുന്നത്. ഡിവിഡൻറ്റിനെ പറ്റിയൊന്നും പറയാത്തതുകൊണ്ട് നമ്മൾ 0 ആയിട്ട് എടുക്കുമ്പോൾ ഈ ഡിവൈഡഡ് ബൈ K2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോവാം. അപ്പോൾ ഇതിൽ ഈ 4 ക്വസ്റ്റ്യൻ ഏതൊക്കെയായിരുന്നു? ഇറിഡീമബിൾ ഡിബഞ്ചർ, പിന്നെ ഇക്വിറ്റി, പിന്നെ ഉണ്ടായിരുന്നത് കമ്പൈൻഡ് ലിവറേജും ഇക്വിറ്റിയും കുഴപ്പമുണ്ടായില്ല. ബാക്കി 2 എണ്ണം നിങ്ങൾ ചെയ്തോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ പ്രോബ്ലംസൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന് പറയുന്നേ. അടുത്ത് നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ അസംഷൻ. എപ്പോഴും
പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ എപ്പോഴും നമ്മൾ പഠിച്ചതായിരുന്നു അല്ലേ, അസംഷൻ അല്ലാത്തത് എംഎമ്മിൻ്റെ അസംഷൻ അല്ലാത്തത് ഏത്, അസംഷൻ ആയത് ഏത് എന്നൊക്കെ ചോദിക്കുന്നതാണ്. ഇതെന്തായിരുന്നു, അസംഷൻ അല്ലാത്തത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്. നോക്കി, ദ എൻറ്റയർ ഏർണിങ്സ് ആർ പെയ്ഡ് out as dividend and there no corporate tax, അത് കറക്റ്റാണ്. ദെൻ ഓൾ ഫേംസ് ആർ ക്ലാസിഫൈഡ് into homogeneous risk factors, അത് കറക്റ്റാണ്. ദെൻ ഇൻവെസ്റ്റർ ഷെയർ homogeneous expectation, അതും കറക്റ്റാണ്. നോക്കി, ക്യാപിറ്റൽ മാർക്കറ്റ്സ് ആർ ഇംപെർഫെക്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അത് തെറ്റല്ലേ? പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ആയിട്ടല്ലേ അവിടെ എടുക്കുന്നത്, ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇല്ല, ടാക്സ് ഇല്ല അല്ലേ. അപ്പോൾ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ആയിട്ടാണ് അവിടെ ഫൗണ്ടേഷൻ പറയുന്നത്, പക്ഷേ ഇവിടെ ഇംപെർഫെക്റ്റ് എന്നാണ് തന്നത്, അത് തെറ്റാണ്. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അടുത്ത് നോക്കി, EOQ കാണാനുള്ളതായിരുന്നു. EOQ ഇതിൽ എന്തൊക്കെയാണ്, ആനുവൽ കൺസംഷൻ തന്നിട്ടുണ്ട് 10,000 എന്ന് തന്നിട്ടുണ്ട്. ദെൻ ഓർഡറിങ് കോസ്റ്റ് 25, ക്യാരിയിങ് കോസ്റ്റ് തന്നിട്ടുള്ളത് കോസ്റ്റ് പെർ kg ഓഫ് റോ മെറ്റീരിയൽ ₹2 ആണ്. അപ്പം 4 എത്ര വരും, 0.08 വരും. അതായത് സ്റ്റോറേജ് കോസ്റ്റ് 4% ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ, 4%, 2, അപ്പോൾ 2 × 4/100, അപ്പോൾ 8, 0.08 ആണ് ക്യാരിയിങ് കോസ്റ്റ് വരിക. ഇനി നമുക്ക് EOQ നേരെ ചെയ്താൽ മതി. ആൻസർ വരുന്നത് 2500 kg ആണ്. ഓക്കെ, 2AO / C ചെയ്താൽ മതി. 17, വിച്ച് ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് ടെക്നിക് കാറ്റഗറൈസ് ഐറ്റം ബേസ്ഡ് ഓൺ ദെയർ ആനുവൽ കൺസംഷൻ വാല്യൂ. കൺസംഷൻ വാല്യൂ അനുസരിച്ച് ഏതാണ്, ABC അനാലിസിസ് അല്ല, പീസ് ബെറ്റർ കൺട്രോൾ അല്ലേ. ഇൻവെൻ്ററിയെ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് ക്വാണ്ടിറ്റി അനുസരിച്ചല്ല, കൺസംഷൻ വാല്യൂ അനുസരിച്ച്. A എന്ന് പറയുന്ന ഹൈ വാല്യൂ, ഇത് നമ്മൾ പഠിച്ചതാണ്, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതായിരുന്നു, അന്ന് എല്ലാവർക്കും കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് എ ഡിവിഡൻറ്റ് ഇർറിലവൻസ് തിയറി. ഇർറിലവൻസ് ഏതാണ്, ഹൈപ്പോത്തിസിസ് അല്ലേ ഇർറിലവൻസ്, അതെ. ദെൻ in the Miller or model of cash management, Miller or model cash managementൽ ഏതായത് പറയുന്നത്, Miller or model cash managementൽ ഓപ്ഷൻ A, the lower limit, upper limit and return point of cash balance are established. ഓപ്ഷൻ A ആണ് പറയുന്നത് അല്ലേ. Miller or മോഡലിൽ എന്തൊക്കെ പറയുന്നുണ്ട്, ഒരു സേഫ്റ്റി ബഫർ, അതാണ് ലോവർ ലിമിറ്റ്, പിന്നെ ഒരു അപ്പർ ലിമിറ്റ് ഉണ്ട്, പിന്നെ റിട്ടേൺ പോയിൻറ്റും ഉണ്ട്. ദെൻ ഫിനാൻഷ്യൽ ലിവറേജ് റെഫേഴ്സ് ടു, ഫിനാൻഷ്യൽ ലിവറേജിൽ എന്താ പറയുന്നത്, യൂസ് ഓഫ് ഡെറ്റ് ടു ഫിനാൻസ് ദ ഫേംസ് ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലേ. യൂസ് ഓഫ് ഡെറ്റിൻ്റെ യൂസാണ്, അതായത് ഫിക്സഡ് ചാർജ് സെക്യൂരിറ്റി ഇൻവോൾവ് ചെയ്യുന്നതാണ് ഏത്, ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ഇതിൽ യൂട്ടിലൈസേഷൻ ഓഫ് ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഇൻ പ്രൊഡക്ഷൻ, അതേതാണ്, അത് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആയിട്ട് വരും കേട്ടോ. ഇനി 21, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ മെയിൻ പർപ്പസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് അസിസ്റ്റ് ഇൻ കോസ്റ്റ് കൺട്രോൾ ആണ് വരുന്നത്. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് സിലബസ് അതേപടി തന്നെ ഉള്ളതാണ്. ദെൻ ഫ്രം ദ ഫോളോയിങ് ഐഡൻറ്റിഫൈ ദ വൺ ദാറ്റ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് പ്രൈസിങ് മെറ്റീരിയൽ ഇഷ്യൂ പ്രൈസിങ് അല്ലാത്തത് ഏതാ, EOQ അല്ലേ. EOQ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയാണ്, ഇൻവെൻ്ററി കൺട്രോൾ ടെക്നിക്കാണ് അല്ലേ. FIFO വെയ്റ്റഡ് ആവറേജ് ഒക്കെ എന്താണ്, പ്രൈസ് മെത്തേഡ്സ് ആണ്. ദെൻ വേജ് സിസ്റ്റം ആയിട്ട് അല്ലേ, വേജ് സിസ്റ്റം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നമുക്ക് നേരെ ആൻസറിലേക്ക് പോവാം. ആദ്യം ടൈം റേറ്റ് സിസ്റ്റം ഏതായിട്ട് വരും, ടൈം റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫിക്സഡ് റേറ്റ് പെർ അവർ വർക്ക്ഡ് അല്ലേ. എത്ര സമയം സ്പെൻഡ് ചെയ്തു എന്നനുസരിച്ച് വർക്കേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കുന്നതാണ് ടൈം റേറ്റ് സിസ്റ്റം. ദെൻ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നതോ, അത് പേയ്മെൻറ്റ് ബേസ്ഡ് ഓൺ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് എന്നൊക്കെ നമുക്കറിയാം. ദെൻ ഹാൽസി പ്രീമിയം പ്ലാൻ ഏതാണ്, ബോണസ് ഇൻക്രീസ്ഡ് ആസ് ടൈം സേവ്ഡ് ഇൻക്രീസസ്. റോബൻ പ്ലാൻ എന്ന് പറയുന്നതോ, ബോണസ് ബേസ്ഡ് ഓൺ പ്രൊപ്പോർഷൻ ഓഫ് ടൈം സേവ്ഡ് ആണ് വരുന്നത്. ഓക്കെ, പ്രൊപ്പോർഷനാണ് ഇതിൽ വരുന്ന റോമൻ പ്ലാൻ, ഇത് നമ്മൾ പഠിച്ചതാണ്, അതറിയാം. ദെൻ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഓവർ ഹെഡ് അബ്സോർപ്ഷൻ ആൻഡ് ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓവർ ഹെഡ് അബ്സോർപ്ഷൻ എന്താണ്, കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്. ഇത് ഓവർ ഹെഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് ഒക്കേഴ്സ് വെൻ ആക്ച്വൽ ഓവർ ഹെഡ് ആർ ലെസ് ദാൻ അബ്സോർബ്ഡ് ഓവർ ഹെഡ്, നമ്മൾ പഠിച്ച കാര്യമാണ്. ഓപ്ഷൻ ഡി ആണ് വരിക. അടുത്തത് ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് മാർജിനൽ കോസ്റ്റിംഗ്. ഏതാ വരിക, മാർജിനൽ കോസ്റ്റിംഗ് ഫിക്സഡ് കോസ്റ്റ് ആർ ട്രീറ്റഡ് ആസ് പ്രൊഡക്റ്റ് കോസ്റ്റ് ആണോ. ദെൻ പിന്നെ എന്താ പറയുന്നത്, ടോട്ടൽ കോസ്റ്റ് ഈസ് കൺസിഡേർഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. അതൊക്കെ എന്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അത് മാർജിനൽ കോസ്റ്റിംഗ് അല്ല, ഇതൊക്കെ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ വരുന്നതാണ്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന കോൺട്രിബ്യൂഷൻ ഈസ് കൺസിഡേർഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ ഓൺലി 3 ആണ്.
വേരിയബിൾ കോസ്റ്റ് ആണ് ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് അല്ലേ മാർജിനൽ കോസ്റ്റിങ്ങിൽ. ഫിക്സഡ് കോസ്റ്റ് നമ്മൾ പീരീഡ് കോസ്റ്റ് ആയിട്ടാണ് മാർജിനൽ കോസ്റ്റിങ്ങിൽ ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ ഇനി ബ്രേക്ക് ഇവൺ പോയിൻറ്റ് യൂണിറ്റ്സിൽ കണ്ടുപിടിക്കാനുള്ളതായിരുന്നു. ഫിക്സഡ് കോസ്റ്റ് 1,00,000, വേരിയബിൾ കോസ്റ്റ് ₹20 പെർ യൂണിറ്റും സെല്ലിംഗ് പ്രൈസ് ₹40 പെർ യൂണിറ്റുമാണ്. അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് ഇവൺ പോയിൻറ്റ് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 40 - 20 അല്ലേ, എത്ര കിട്ടി? 20 എന്ന് കിട്ടി. പിന്നെ BEP ബ്രേക്ക് ഇവൺ പോയിൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ എത്രയാണ്? ഫിക്സഡ് കോസ്റ്റ് 1,00,000 ഡിവൈഡഡ് ബൈ 20, 5000 ആണ് വരുന്നത്. Then which of the following are causes of material usage variance? മെറ്റീരിയൽ യൂസേജ് വേരിയൻസിൻ്റെ കോസസ് വരുന്നത് ഏതൊക്കെയാണ്? പുവർ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ് വരും അല്ലേ. ദെൻ ഇൻഎഫിഷ്യൻറ്റ് യൂസ് ഓഫ് മെറ്റീരിയൽ അതും വരും. ദെൻ ഇൻകറക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റ് അതും വരും. ദെൻ ഡിലേഡ് പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ് അത് വരുമോ? അത് നമ്മുടെ ക്രെഡിറ്റ് റേറ്റ്സ് അല്ലേ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് അഫക്റ്റ് ചെയ്യുകയുള്ളൂ, അല്ലാതെ മെറ്റീരിയലിനെ അല്ല. അപ്പോൾ അത് വരില്ല. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ആസ് റിഗാർഡ്സ് എ ബിൻ കാർഡ് റിലേറ്റ് ചെയ്തിട്ട് തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാ തെറ്റായത്? പ്രിപ്പയർഡ് ബൈ കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള തെറ്റാണ്. ബിൻ കാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? സ്റ്റോർ കീപ്പറാണ് അല്ലേ, സ്റ്റോർ കീപ്പറാണ്. അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ലെഡ്ജറാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 29 കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, നോക്കാം നമുക്ക്. നോർമൽ ലോസ് ഈസ് ഡെബിറ്റഡ് ടു ദ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതിൽ നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. നോക്കി, ഒന്നാമത് എന്താണ് പറയുന്നത്? നോർമൽ ലോസ് ഈസ് ഡെബിറ്റഡ് ടു ദ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് പറയുന്നത്. അത് ശരിയാണോ? അബ്നോർമൽ ലോസ് നമ്മൾ P&Lലേക്കും നോർമൽ ലോസ് നമ്മൾ എന്ത് ചെയ്യുക? ഗുഡ്സ് യൂണിറ്റിലേക്ക് അബ്സോർബ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. ദെൻ ഐഡിയൽ ടൈം ഈസ് ഓൾവേസ് കൺട്രോളബിൾ ആണോ? അത് അൺകൺട്രോളബിൾ ആണ്. ദെൻ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ അൺചേഞ്ച്ഡ് ഇൻ ടോട്ടൽ വിത്തിൻ ദ റെലവൻറ്റ് റേഞ്ച് എന്നാണ് പറയുന്നത്. അത് ശരിയാണല്ലേ. നമ്മൾ ഇത് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിക്സഡ് കോസ്റ്റ് പഠിച്ചപ്പോൾ. എങ്ങനെയാണ് ഒരു റെലവൻറ്റ് റേഞ്ച്, ഇതിന് മുമ്പ് PYQൽ ഇത് മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എടുത്ത് പറഞ്ഞതാണ്. അടുത്തത് മാർജിനൽ കോസ്റ്റ് ഇൻക്ലൂഡ് ബോത്ത് വേരിയബിൾ ആൻഡ് ഫിക്സഡ് കോസ്റ്റ് അല്ല, അവിടെ വേരിയബിൾ കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ബി ആണ്, ഓപ്ഷൻ ബി ആണ്. ഓൺലി ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്. അടുത്ത ചോദ്യം എന്താണ്? പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ചോദ്യമായിരുന്നു. പ്രോഫിറ്റ് കാൽക്കുലേഷനിൽ സെയിൽ, PV റേഷ്യോ, ഫിക്സഡ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്. എങ്ങനെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം? ആദ്യം കോൺട്രിബ്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. കോൺട്രിബ്യൂഷൻ കാണുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? സെയിൽസ് എത്രയാണ്? 1 lakh ഡിവൈഡഡ് ബൈ 25% PV റേഷ്യോ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? സെയിൽസ് ഡിവൈഡഡ് ബൈ എന്തായിരുന്നു? PV റേഷ്യോ. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടി, 25,000 കോൺട്രിബ്യൂഷൻ കിട്ടി. ഇനി പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആ കോൺട്രിബ്യൂഷൻ 25,000-ൽ നിന്ന് ഫിക്സഡ് എക്സ്പെൻസ് ആയ 15,000 കുറച്ചാൽ ബാക്കി 10,000 നമുക്ക് പ്രോഫിറ്റാണ്. ഓക്കെ. Then in which style of leadership the leaders does not believe in the use of power unless it is absolutely essential? ഏതാത്? ലേസിസ് ഫെയറി സ്റ്റൈൽ അല്ലേ. അതിന് നമ്മൾ ഫ്രീ റെയിൻ ലീഡർഷിപ്പ് എന്നും പറയുന്നുണ്ട്. Then a company is in need of a detailed plan for its new project, construction of a shopping mall. What type of plan is it? shopping മാളിന് ഏത് ടൈപ്പ് പ്ലാൻ ആണ് വേണ്ടത്? പ്രോഗ്രാമാണ് കേട്ടോ വരുന്നത്. പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു സിംഗിൾ യൂസ് ഉള്ള പ്ലാനാണ്. ലാർജ് പ്രോജക്റ്റ്, ഇപ്പം മാള് അങ്ങനെയൊക്കെ ഉള്ളതിന് യൂസ് ചെയ്യുന്നതാണ്. ദ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ വിച്ച് പ്രൊമോട്ട് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഇനീഷ്യേറ്റീവ്. ഏതാത്? ഡിവിഷണൽ സ്ട്രക്ചറാണ് വരുന്നത്. ഡിവിഷണൽ സ്ട്രക്ചർ പ്രൊഡക്റ്റിൻ്റെ ബേസിൽ, ജിയോഗ്രഫിയുടെ ബേസിലൊക്കെ എന്ത് ചെയ്യുന്നു? അത് നമുക്ക് യൂണിറ്റ് സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി അലോ ചെയ്യുന്നുണ്ട്. ഓക്കെ. The test which is conducted to measure existing skill of an individual, അത് ട്രേഡ് ടെസ്റ്റ് ആണ് അല്ലേ. ട്രേഡ് ടെസ്റ്റ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് എന്താണ്? ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പുതിയ സ്കില്ലൊക്കെ പഠിക്കാനുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ടോ എന്ന് നോക്കുന്നതാണ് ആപ്റ്റിറ്റ്യൂഡ് സ്കിൽ വരുന്നത്. 35 വൺ എമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിൻ്റെ ഫീച്ചർ അല്ലാത്തത് ഓപ്ഷൻ ബി ആണ്. ഇറ്റ് ഈസ് എ വൺ ടൈം ആക്ടിവിറ്റി ആണോ? അല്ല, ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ അതാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. 36 ദ നീഡ് ഫോർ കോർഡിനേഷൻ അറൈസസ് ഡ്യൂ ടു. കോർഡിനേഷൻ നീഡ് എന്താണ്? ഡിവിഷൻ ഓഫ് വർക്കിലല്ലേ അത്. ദെൻ അടുത്ത് എന്താണ്? ആൻ എക്സാമ്പിൾ ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഫേഷ്യൽ എക്സ്പ്രഷൻ ആണ്.
ദെൻ ദ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് എംഫസിസ്, ഏതിനെ എംഫസിസ് ചെയ്യുന്നത്? സയൻറ്റിഫിക് അനാലിസിസ് ഓഫ് വർക്കിനെയാണ് അല്ലേ. FW ടൈലർ, പിന്നെ ഹെൻറി ഫയോള്, അതൊക്കെ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ക്ലാസിക്കൽ തിയറിസ്റ്റ് അല്ലേ. സയൻറ്റിഫിക് അനാലിസിസ് ഓഫ് വർക്കാണ് വരുന്നത്. ദെൻ അക്കോർഡിംഗ് ടു ഹേഴ്സ്ബർഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഹൈജീൻ ഫാക്ടർ, ഏത് ഹൈജീൻ ഫാക്ടർ? വർക്കിംഗ് കണ്ടീഷൻ. ലാസ്റ്റ് നമ്മൾ പഠിച്ചതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഹൈജീൻ ഫാക്ടറിൻ്റെ കാര്യങ്ങൾ. ഡിസാറ്റിസ്ഫാക്ഷൻ, ഹൈജീൻ ഫാക്ടർ, ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലേ, പിന്നെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ, സാറ്റിസ്ഫാക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇനി വിച്ച് എമംഗ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? കോർഡിനേഷൻ അല്ലേ. അച്ചീവിങ് കോർഡിനേഷൻ എമംഗ് റിസോഴ്സസ് ആണ്. കോർഡിനേഷൻ ആണ് എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഇക്കണോമിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ ടീ ടു ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് എ കോഫി. ഏതാണത്? ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിലാണ് വരുന്നത് അല്ലേ. ടീ, കോഫി ക്രോസ് ഇലാസ്റ്റിസിറ്റിയാണ് റിലേറ്റഡ് ആയിട്ടുള്ള ഗുഡിൻ്റെ. ഇനി ദ ഡിമാൻഡ് ഫോർ ഗിഫൺ ഗുഡ് വിൽ ഇൻക്രീസ് വിത്ത്, എപ്പോഴാണ് ഗിഫൺ ഗുഡിൻ്റെ ഡിമാൻഡ് കൂടുന്നത്? പ്രൈസ് കൂടുമ്പോഴാണ്. ഗിഫൺ ഗുഡ് എന്ന് പറയുമ്പോൾ ഇൻഫീരിയർ ഗുഡാണ് അല്ലേ. അപ്പം പ്രൈസ് ഇൻക്രീസ് ചെയ്താലും പീപ്പിൾ എന്ത് ചെയ്യും? അത് കൺസ്യൂം ചെയ്യും. ദെൻ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എക്സ്പ്ലെയിൻഡ് ബൈ, ഷോർട്ട് റൺ ആകുമ്പോൾ അത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ആണ്. അതൊക്കെ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് അല്ലേ. റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ അത് ലോങ് റൺ കൺസെപ്റ്റ് ആയിരുന്നു. ദെൻ ദ ടേം ഐസോക്വൻ്റ് ഇൻ പ്രൊഡക്ഷൻ തിയറി, ഐസോക്വൻ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചതായിരുന്നു. എന്താണ് ഐസോക്വൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഐസോക്വൻ്റ് ഈക്വൽ ക്വാണ്ടിറ്റി അല്ലേ, പഠിച്ചായിരുന്നു. ലേബർ ക്യാപിറ്റൽ. നോക്കി ആൻസർ വരുന്ന ഓപ്ഷൻ ഡി. എ കർവ് വിച്ച് റെപ്രസെൻറ്റ് ദ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് പ്രൊഡ്യൂസിങ് എ പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. Then the mathematical form of Cobb-Douglas production function. Why? What do L and K represent? Cobb-Douglas production function L and K ഏതായിരുന്നു അത്? ലേബറും ക്യാപിറ്റലുമായിരുന്നു. ഇത് ജസ്റ്റ് നമ്മൾ Cobb-Douglas പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പഠിച്ചപ്പോൾ പറഞ്ഞല്ലേ, രണ്ട് കാര്യങ്ങളാണ്. ഏതാണ്? ലേബറും ക്യാപിറ്റലുമാണ് എന്ന്. അത് തന്നെ ഓർത്തിരുന്നവർക്ക് ഇതൊന്നും വേണ്ട. എന്താണ് അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം ഒന്നും നോക്കണ്ട, അല്ലാതെ തന്നെ ആൻസർ കിട്ടും. Then if demand increases without any corresponding increase in supply, then there will be increase in equilibrium price. Okay, equilibrium price ഉണ്ടാകുന്ന ഇൻക്രീസ്. Variables that change after real output changes are called lagging indicators. ഏത് ഇൻഡിക്കേറ്ററാണ്? ലാഗിങ്. ഇത് PYQയിൽ നമ്മൾ പഠിച്ചതായിരുന്നു, ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ്. ഇപ്പം അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞില്ല, അതാണ് ലാഗിങ് ഇൻഡിക്കേറ്റർ. Then which of the following policy might a government implement to counteract a recession? Recession counteract ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതും എനിക്കൊരു ഡൗട്ടുണ്ട്. ഇതിൽ നമുക്ക് ഡിക്രീസ് ടാക്സും അതോടൊപ്പം തന്നെ ഡിക്രീസ് ഇൻട്രസ്റ്റ് റേറ്റ്, അത് രണ്ടും വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ്? ഇപ്പോൾ ഫിസ്ക്കൽ പോളിസി അനുസരിച്ചാണോ അതോ മോണിറ്ററി പോളിസി നോക്കിയിട്ടാണോ എന്നറിയില്ല. ഇപ്പോൾ PSC കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഡിക്രീസ് ടാക്സ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. റിട്ടേൺ ടു സ്കെയിൽ റെഫേഴ്സ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, PSC ഇതിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ഡിക്രീസ് ഇൻട്രസ്റ്റ് ടാക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. 48 കേട്ടോ. ഓക്കെ, 49 നോക്കിയാൽ റിട്ടേൺ ടു സ്കെയിൽ റെഫേഴ്സ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ. റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറഞ്ഞത് എന്തായിരുന്നു? ദ സ്കെയിൽ ഓഫ് ഇൻപുട്ട് യൂസേജ് ആൻഡ് ദ റിസൾട്ടിംഗ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് അല്ലേ. ഇത് ലോങ് റൺ സിറ്റുവേഷനിൽ നമ്മൾ തൊട്ടുമുമ്പ് കണ്ടില്ലേ, ലോങ് റൺ സിറ്റുവേഷനിലുള്ളതാണ്. ഇനി 50 എന്താണ്? മോണിറ്ററി പോളിസി ഈസ്. മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് എന്തായിരുന്നു? സെൻട്രൽ ബാങ്കിൻ്റെ ആണല്ലേ. മോണിറ്ററി പോളിസി ഹാൻഡിൽ ചെയ്യുന്ന ആരാണ്? RBI ആണ്. അപ്പോൾ ദ സെൻട്രൽ ബാങ്ക്സ് ആക്ഷൻ ടു കൺട്രോൾ ദ മണി സപ്ലൈ ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്നാണ് മോണിറ്ററി പോളിസി. അപ്പം ഈ 50 ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ നോക്കിയേ, നമുക്ക് ഏറ്റവും ആദ്യം കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ളത്. ശരിയാണ്, പക്ഷേ ഇതൊന്നും കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. 1, 2, 3 അല്ലേ, 4 ഒക്കെ നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. ഡെൽക്രയുടെ കമ്മീഷൻ വെച്ചുകൊണ്ട് നമുക്ക് അതിൽ നിന്നും ആൻസറൊക്കെ കിട്ടും. ഇത് കാണുമ്പോൾ ഉള്ളൊരിത്. പിന്നെ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് കുറച്ച് ഡൗട്ട് ഉണ്ടാക്കും. പിന്നെ ഈ പ്രോബ്ലം നോക്കിയവർക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ, അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. ഒക്കെ നമ്മൾ പഠിച്ചത് തന്നെയാണ്. ബാക്കിയുള്ള ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ പഠിച്ചേക്കുന്നതാണ്. നിങ്ങൾ ഒന്ന് നോക്കുക, നമ്മുടെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ. ഇതൊക്കെ PYQയിലും വന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചതുമാണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്. ഇനി ബാക്കി 50 കൂടി നമുക്ക് അടുത്ത വീഡിയോയായിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും നിങ്ങൾ നോക്കുക. ഇത് എന്താണ്, പ്രൊഫഷണലാണ് വന്നിട്ടുള്ള. ഫൈനൽ വരുമ്പോൾ ചിലപ്പോൾ 1-2 മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. എന്നാലും ബാക്കിയും കൂടി നോക്കിയിട്ട് നിങ്ങൾ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് പറയുക കേട്ടോ.